ജമാലുദ്ദീൻ ദുബായിൽ നിന്ന് ആദ്യം നമ്മളോടൊപ്പം ചേരുകയാണ്. സമഗ്രമായ വിവരങ്ങൾ പങ്കുവെക്കാനായി നോക്കാം എന്താണ് ഗൾഫ് നാടുകളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ജമാൽ, ഗുഡ് മോർണിംഗ്. ഇന്നലെ എങ്ങനെയാണ് രാത്രി കടന്നുപോയത്? ചിലയിടങ്ങളിലൊക്കെ ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായി എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? മനോ, ഗൾഫിൽ ജനജീവിതമൊക്കെ സാധാരണ നിലയാണ്. പക്ഷെ ഇടയ്ക്കിടെ ഉണ്ടാവുന്ന ഇറാന്റെ ഈ ആക്രമണം ജനങ്ങളെ വല്ലാതെ ആശങ്കയിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ മാത്രം 3 ബാലിസ്റ്റിക് മിസൈലുകളാണ് യു എക്ക് നേരെ വന്നത്. 8 ഡ്രോണുകളും യു എക്ക് നേരെ ഉണ്ടായി. ഇത് വിജയകരമായി തകർത്തു എന്നാണ് യു പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. ഈ സംഘർഷം ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ യു എക്ക് നേരെ മാത്രം 341 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1748 ഡ്രോണുകൾ, 15 ക്രൂസ് മിസൈലുകൾ, ഇങ്ങനെ നിരവധിയായ ആക്രമണങ്ങളാണ് യു എക്കെതിരെ മാത്രം ഇറാൻ നടത്തിയത്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും ഇതുപോലെ ആയിരക്കണക്കിന് ഡ്രോണുകൾ അയച്ചു. ഈ ഏതാണ്ട് യുദ്ധം 3 ആഴ്ച പിന്നിടുമ്പോൾ ഈ ആയിരക്കണക്കിന് ഡ്രോണുകളാണ് വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാത്രം ഇറാൻ അയച്ചത്. ഇത്തരത്തിൽ ജനജീവിതത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറുന്നു എന്നതാണ് ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നത്. ഈ 3 ആഴ്ച പിന്നിടുമ്പോൾ അത് ഗൾഫിന്റെ സാമ്പത്തിക സ്ഥിതിയെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നാണ് വിപണിയിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത്. വിവിധ മേഖലകളിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ കണ്ടു തുടങ്ങുന്നു. നേരത്തെ ഇതിന്റെ അതായത് പ്രത്യാഘാതങ്ങൾ അത് തന്നെയല്ല ഇറാൻ ലക്ഷ്യമിട്ടതും. കാരണം ഈ എണ്ണപ്പാടങ്ങളിലേക്കും ഊർജ്ജ കേന്ദ്രങ്ങളിലേക്കുമുള്ള ആക്രമണം വഴി സാമ്പത്തിക മേഖലയെ ബാധിക്കുന്ന തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, അതായിരുന്നില്ല ഇറാൻ ലക്ഷ്യമിട്ടതും. അത് നടന്നു എന്നാണോ ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്? തീർച്ചയായും ആ തരത്തിലേക്കാണ് ഗൾഫിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും ജനവാസ കേന്ദ്രങ്ങളെ ഒക്കെ ഒഴിവാക്കിയപ്പോൾ അമേരിക്കൻ ബേസുകളെ, ഒപ്പം തന്നെ ഗൾഫിലെ ഊർജ കേന്ദ്രങ്ങളൊക്കെ എത്തുന്നതാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ആക്രമണങ്ങളൊക്കെ തന്നെ യു എയിലും മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടായ, കുവൈത്തിലും ഉണ്ടായ ആക്രമണങ്ങളൊക്കെ തന്നെയും റിഫൈനറികളെ അല്ലെങ്കിൽ മറ്റ് ഊർജ്ജ സംഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു. അത് ഒരു പരിധിവരെ അത്തരത്തിൽ ഇറാൻ ആ ആക്രമണം ലക്ഷ്യം കണ്ടു എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള നിരവധി ആക്രമണങ്ങൾ ഉണ്ടായതോടുകൂടി ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാകുന്ന തരത്തിലേക്ക് അത് ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല, നമുക്കറിയാം ഇന്ത്യയെ അല്ലെങ്കിൽ മറ്റ് ലോക രാജ്യങ്ങളെ ഒക്കെ തന്നെയും ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. മറ്റു രാജ്യങ്ങളിലെ ഊർജ്ജ പ്രതിസന്ധി അത് പലതരത്തിലേക്ക്, പെട്രോളായാലും ഗ്യാസ് ആയാലും ഒക്കെ തന്നെയും മാറുന്ന രീതിയിലേക്ക് ആയിരിക്കുന്നു. ഖത്തറിന്റെ എണ്ണപ്പാടങ്ങളെ ഇറാൻ ആക്രമിക്കുന്നു. ഈ തരത്തിലേക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിലേക്ക് ഇറാൻ യുദ്ധം 3 ആഴ്ച പിന്നിടുമ്പോഴേക്കും മാറുകയാണ്. ഒപ്പം ജനജീവിതത്തെ അത് നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിൽ പോലും വലിയ ഭീതി ആളുകൾക്കിടയിലുണ്ട്. ഇപ്പോഴും ഏത് സമയം ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു സംശയം. ഇതിനിടയിൽ ഒരു വാർത്ത കേട്ടതാണ്, അത് അഭ്യൂഹമാണോ എന്ന് എനിക്കറിയില്ല. ആ സംശയം തീർക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ദോഹയിലേക്ക് ആക്രമണം ഉണ്ടാകും എന്ന തരത്തിലൊരു മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. പിന്നീട് അത് പിൻവലിച്ചതായി പറയുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ ഏതെങ്കിലും ഒരു മുന്നറിയിപ്പ് വരികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ദോഹയിലേക്കും റാസൽ ഖൈമയിലേക്കും അത്തരത്തിലൊരു മുന്നറിയിപ്പ് ഇറാൻ നൽകിയിരുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യു എയിലെ റാസൽ ഖൈമയിൽ. കാരണം ഈ ഗൾഫിൽ നിന്നുള്ള ബേസുകളിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ ഇറാൻ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഇനി ഗൾഫിൽ നിന്നുള്ള അമേരിക്കൻ ബേസുകളിൽ നിന്ന് തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അതിന് പ്രത്യാക്രമണം അതാത് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകും. തങ്ങളുടെ അയൽ രാജ്യങ്ങളുമായി സത്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ശത്രുതയുമില്ല, സ്നേഹബന്ധം മാത്രമാണുള്ളതെന്ന് ഇറാൻ പ്രസിഡന്റ് പെഷസ്കിയാൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഈ ബേസുകളിൽ നിന്നുണ്ടാകുമ്പോൾ, അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ ബേസുകളിൽ നിന്നുണ്ടാകുമ്പോൾ തീർച്ചയായും അതിന്റെ പ്രത്യാഘാതം ആ രാജ്യങ്ങൾ നേരിടേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വഴി ഇറാന്റെ സ്രോതസ്സുകൾ നിങ്ങളുള്ള വാർത്തകളായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരു ഭീതി എപ്പോഴും ഉണ്ട്. ഗൾഫ് രാജ്യങ്ങൾ അത് പലതരത്തിൽ ബാധിക്കുന്നു. യാത്രാ മാർഗങ്ങളൊക്കെ തന്നെയും പലപ്പോഴും അടക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഗൾഫ് രാജ്യങ്ങളുണ്ട്. നാട്ടിലേക്ക് മടങ്ങേണ്ട യാത്രാ മാർഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ജമൽ, ഏറ്റവും പ്രധാനപ്പെട്ടത് വിമാന സർവീസുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള വർധനയുണ്ടോ? എന്താണ് വിമാന സർവീസുകളെ കുറിച്ച് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്? വിമാന സർവീസുകളിൽ വർധനമുണ്ട്. ഇന്ന് മാത്രം ദുബായിൽ നിന്ന് 42 സർവീസുകൾ അധികമായി വരുന്നുണ്ട്. പക്ഷെ ഓരോ ദിവസവും സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു വരുന്നു. പക്ഷെ
അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങളിൽ ഈ വ്യോമത്താവളം അടക്കുന്ന അല്ലെങ്കിൽ വിമാനത്താവളം അടക്കുന്ന ഉൾപ്പെടെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർവീസുകൾ കൃത്യമായും താളം തെറ്റുന്നു. പിന്നീട് ഈ സർവീസ് പുനരാരംഭിച്ചാൽ പോലും അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ ടിക്കറ്റ് നിരക്കാണ് വിമാന കമ്പനികൾ ഒക്കെ ഇത്രയും നൽകുന്നത്. 2000 ദിർഹത്തിന് മുകളിൽ, ഏതാണ്ട് 50,000 രൂപക്ക് മുകളിൽ ഏറ്റവും ചുരുങ്ങിയത് നൽകണം എന്നാണ് ഇപ്പോൾ ഗൾഫിൽ നിന്നുള്ള അവസ്ഥ. നാട്ടിലേക്ക് മടങ്ങണമെങ്കിൽ 50,000 രൂപക്ക് മുകളിലെങ്കിലും നൽകണം. അത് തന്നെ വളരെ കുറഞ്ഞ ടിക്കറ്റുകൾ മാത്രമാണുള്ളത്. പലപ്പോഴും ഈ പോകുന്ന വിമാനങ്ങൾ ക്യാൻസൽ ആവുന്നു, അല്ലെങ്കിൽ വളരെ വൈകിയാണ് ഈ വിമാനങ്ങൾ പുറപ്പെടുന്നതൊക്കെ തന്നെ. ശരി, ഓക്കെ, താങ്ക് യു ജമാൽ. ജമാലാണ് ഈ വിവരങ്ങൾ നമുക്ക് സമഗ്രമായി നൽകിയത്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെ എങ്ങനെയാണ് കടന്നുപോയത്, ഒപ്പം തന്നെ വിമാന സർവീസുകളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ ജമാൽ നമുക്ക് നൽകിയത്. വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്, പക്ഷേ പല ഘട്ടങ്ങളിലും ഈ വ്യോമ കേന്ദ്രങ്ങളിലേക്കടക്കം വിമാനത്താവളങ്ങളുടെ പരിസരങ്ങളിലേക്കടക്കം ആക്രമണം വരുമ്പോൾ വർദ്ധിപ്പിച്ച സർവീസുകൾ വീണ്ടും പിൻവലിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ നിൽക്കുകയാണ്. ജനജീവിതം സാധാരണഗതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ എന്നും പറയുന്നത് പോലെ എപ്പോഴും ഒരു ആക്രമണം പ്രതീക്ഷിച്ച് തന്നെയാണ് അവിടെ മനുഷ്യർ ഇപ്പോൾ ജീവിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങളാണ് ജമാൽ നമുക്ക് നൽകിയത്.